എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു ചരിത്ര നിമിഷമാണ്. ഇന്ന് എൻ്റെ കൂടെയുള്ള ഒരു ഫാമിലിയെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്ക് കാണാം, വളരെയധികം സന്തോഷത്തോടു കൂടെയാണ് അവരിന്ന് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. നമുക്കൊന്ന് കുട്ടിയിൽ നിന്ന് തന്നെ പരിചയപ്പെടാം. മോൻ്റെ പേരെന്താ? ഹരികൃഷ്ണ. ഹരികൃഷ്ണ. സാറിൻ്റെ? കൃഷ്ണകുമാർ. സുജാത. അഞ്ജലി. അഞ്ജലി. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ് ടീച്ചറും അതുപോലെ തന്നെ ഒരു ഫാമിലിയാണ് ഉള്ളത്. നമുക്ക് മോൻ്റെ സ്ഥലം എവിടെ? സ്ഥലം തിരുവല്ലയാണ് വീട്. തിരുവല്ല സ്വദേശിയാണ്. അതുപോലെ തന്നെ എത്ര ഉണ്ടായിരുന്നു റാങ്ക്, അതുപോലെ തന്നെ മാർക്ക്? റാങ്ക് 1067 ആയിരുന്നു, മാർക്ക് 700. അതായത് കറക്റ്റ് 700 മാർക്ക്. അതായത് 720 700 മാർക്ക്. അപ്പോൾ എന്താണ് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ഇനി ഹരികൃഷ്ണന്റെ പേരിന്റെ മുന്നിൽ എന്തുണ്ടാവും? ഡോക്ടർ ഹരികൃഷ്ണൻ എന്നുള്ള ഒരു ലേബൽ കിട്ടുന്ന സമയത്ത് സാറിന് എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ എന്താണ് നമുക്ക് ക്ലാസ് ടീച്ചറുണ്ട്. ക്ലാസ് ടീച്ചറിനോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു ടീച്ചറെ ഹരികൃഷ്ണനെ കുറിച്ച് പറയാനുള്ളത്? ഹരി വളരെ നല്ലൊരു കുട്ടിയാണ്. ആള് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരാളായിരുന്നു. പഠിത്തം മാത്രമല്ല, ബാക്കി കാര്യങ്ങൾ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഓക്കെയാണ്. നമ്മളിപ്പോൾ ബ്രില്യൻറ്റി വന്നു കഴിഞ്ഞാൽ എന്താ എക്സ്ട്രാ കരിക്കുലർ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ ആള് നന്നായിട്ട് തബല വായിക്കും, അല്ലേ, മൃദംഗം വായിക്കും, പാട്ട് പാടും, നല്ല കലാകാരനും കൂടിയാണ്. അപ്പം ഞങ്ങൾ ഓൾ ഇൻ ഓൾ ആയിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അതായത് ഒരു ഓൾറൗണ്ടറാണ് ഹരി. അതുപോലെ തന്നെ എന്തായിരുന്നു ഹരിക്ക് പറയാനുള്ളത്? നമുക്ക് കാണാം, ഹരിയുടെ കഴുത്തിൽ എന്തുകൂടി ഉണ്ട്? ഒരു ഗോൾഡ് മെഡൽ കൂടി ഉണ്ട്. അപ്പോൾ ഗോൾഡ് മെഡൽ, കയ്യിൽ ക്യാഷ് പ്രൈസ്, മൊമെൻറ്റോ, എല്ലാ കാര്യവും നമുക്ക് കാണുന്നുണ്ട്. സോ ഹരിക്ക് എന്നെ പറയാം, എന്തായിരുന്നു ഹരിയുടെ സ്ട്രാറ്റജി? എങ്ങനെയായിരുന്നു ഇനിയുള്ള ഈ ഒരു ജനറേഷൻ, ഇനി വരാൻ പോകുന്ന കുട്ടികൾക്ക് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ പറ്റുക? പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ നമ്മൾ എപ്പോഴും ആദ്യം പഠിക്കുമ്പോൾ NCERT തന്നെ റെഫർ ചെയ്താണ് നല്ലത്. ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുറേ ഔട്ട് പഠിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസ് കൂടുതൽ. അപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ NCERT നമ്മൾ കാണാത്ത പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് തന്നെ ബേസ് ചെയ്ത് പഠിക്കണം. ബ്രില്യനിലെ ഫെസിലിറ്റി അത് ശരിക്കും അടിപൊളിയാണ്. കാരണം മിസ്സായാലും നമുക്ക് എന്തും മിസ്സിനോട് പറയാം. മിസ് വന്നപ്പോൾ ഞങ്ങളുടെ ക്ലാസ് ഭയങ്കര വൈബായിരുന്നു. സത്യം അത് ഞങ്ങളുടെ ശരിക്കും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ശരിക്കും പറഞ്ഞു തരും എങ്ങനെയാണ് ഞങ്ങളുടെ ക്ലാസ്സിലെ വൈബ്. ഇപ്പോഴും വിളിക്കുമ്പോൾ പറയാം, Q3 വൈബ് വേറെ എവിടെയും കിട്ടില്ല എന്നുള്ളത്. അതായത് ആ ഒരു ബാച്ച് തന്നെ എല്ലാവർക്കും കൂടെ മിസ്സാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയാൻ പറ്റും. ഈ ഒരു റിസൾട്ടിൻ്റെ ഒരു പങ്ക് സ്വയം ഉണ്ട്, ഫാമിലിക്ക് ഉണ്ട്, അതുപോലെ മിസ്സിനും കൂടെ ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഉറപ്പായിട്ടും. അതുപോലെ തന്നെ എന്താണ് ഇപ്പോൾ ഫിസിക്സ് ചിലപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കാം, കാരണം പ്രോബ്ലംസ്, അതുപോലെ തന്നെ കെമിസ്ട്രി. അപ്പോൾ എന്തായിരുന്നു ഹരിയുടെ സ്ട്രാറ്റജി? എന്തായിരുന്നു? ഇപ്പോൾ കുറേ പഠിക്കുന്നതിന് പകരം ഹരി പറഞ്ഞു NCERT പഠിക്കുക. അപ്പോൾ എന്തായിരുന്നു, ജസ്റ്റ് ഒന്ന് ഒരു ക്ലൂ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹിൻ്റ് ആയിട്ട് എങ്ങനെ സജസ്റ്റ് ചെയ്യാം? ഫിസിക്സിൻ്റെ കാര്യമാണെങ്കിൽ ബേസിക്കലി നമ്മൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. അപ്പം കുറേ ക്വസ്റ്റ്യൻ ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ എനിക്കൊക്കെ ആദ്യം പറ്റിയിരുന്നത് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ പേടിച്ചു പോകും. വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും നീറ്റിൽ വരുവുള്ളൂ. അപ്പം ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കി അത് മനസ്സിലാക്കാൻ നോക്കിയാൽ തന്നെ പകുതി സൊല്യൂഷൻ നമുക്ക് അവിടെ തന്നെ കിട്ടും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ പേടിക്കായിരുന്നു, അതാണ് പലപ്പോഴും പറ്റുന്ന കുഴപ്പം. പിന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഫിസിക്സിൻ്റെ കാര്യത്തിൽ കൂടുതൽ മനസ്സിലാവുക. കെമിസ്ട്രി ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ NCERT തന്നെ റെഫർ ചെയ്യാൻ ശ്രമിക്കണം. NCERT നമ്മൾ കാണാത്ത കുറേ കാര്യങ്ങളുണ്ട്, അത് റെഫർ ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് നോട്ട് ഉണ്ടാക്കി അത് തന്നെ പഠിച്ചു കഴിയുമ്പോൾ ഓർമ്മ നിൽക്കും കൂടുതൽ. കാരണം പുറത്തുനിന്ന് ഔട്ട് പഠിക്കുമ്പോൾ അതാണ് ഓർഗാനിക് കെമിസ്ട്രി ആയാലും ബാക്കി ഏതായാലും മറന്നു പോകാൻ ചാൻസ്. നമ്മൾ കൂടുതൽ ഔട്ട് പഠിക്കുന്നുണ്ട്. ആദ്യം NCERT തറവാക്കിയിട്ട് പിന്നീട് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെമിസ്ട്രി പഠിക്കാൻ പറ്റും. ബയോളജി ആണെങ്കിൽ പിന്നെ പ്യുവർ NCERT തന്നെ ഉള്ളൂ. എങ്കിൽ പോലും ചില ചാപ്റ്ററൊക്കെ റെസ്പിറേഷൻ ആയാലും ജെനറ്റിക്സ് ആയാലും വായിക്കാൻ നമുക്ക് തോന്നത്തില്ല. NCERT നമുക്ക് ഒറ്റയടിക്ക് വായിച്ചാൽ മനസ്സിലാവില്ല. അത് പതിയെ ഒന്നിരുന്ന് നമുക്ക് 1-2 മണിക്കൂറൊക്കെ പതിയെ ഇരുന്ന് വായിച്ച് ഓരോ ലൈൻ വെച്ച് മനസ്സിലാക്കുമ്പോൾ പിന്നെ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ആ ചാപ്റ്റർ. അതായത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഓരോ ലൈനും എന്തായിരിക്കണം? കാണാപ്പാടം, അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ്. അതുപോലെ തന്നെ എങ്ങനെയുണ്ട് ഇപ്പോൾ ലൈബ്രറി പോയിരുന്ന് പഠിക്കാറുണ്ടോ? അതുപോലെ തന്നെ ബുക്സ്, കാര്യങ്ങൾ, അങ്ങനെ റെഫറൻസ്, അതുപോലെ തന്നെ ഡൗട്ട് വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയായിരുന്നു ആ ഒരു മെത്തേഡ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്തത്? ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ ഇപ്പോൾ തിയറി അത്യാവശ്യം അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ റെഫറൻസിന് പോകുന്ന സമയത്ത് മെയിൻലി ലൈബ്രറിയിൽ നിന്ന് ഒരു ബുക്ക് എടുക്കും. ആ ബുക്കിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം റെഫറൻസിന് മുമ്പ് ഏറ്റവും വലിയ സൗകര്യം നമുക്ക് പ്രൊഫസേഴ്സ് എപ്പോഴും അടുത്തുണ്ടാവും. അപ്പോൾ നമുക്ക് എപ്പോൾ ആണെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞാൽ പോയി ചോദിക്കാം. അപ്പം ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനിടയ്ക്ക് നമ്മൾ ഡൗട്ട് വരുന്ന മാർക്ക് ചെയ്ത് വെക്കും. ബ്രേക്സ് ടൈമിൽ നമ്മൾ പ്രൊഫസറിനോട് ചോദിക്കാം. കാരണം ഫിസിക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് എല്ലാവർക്കും ഉണ്ടാവും, സാറുമാർ ചീത്ത പറയുമോ, അല്ലെങ്കിൽ ഞാൻ അരമണിക്കൂർ മുമ്പ് ഈ ഒരു ഡൗട്ട് ചോദിച്ചതാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ, സാറ് വീണ്ടും ചീത്ത പറയുമോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ആദ്യം എന്തായാലും നമുക്കൊരു പേടി കാണും. പക്ഷേ സാറുമാരോട് സംസാരിക്കുമ്പോൾ അവരൊന്നും കാര്യമേ ആക്കൂല.
എത്ര സിമ്പിൾ ഡൗട്ട് ചോദിച്ചാൽ അവർ അത് അവിടെ ഏറ്റവും ബേസിക് എന്ന് തന്നെ അവർ പറഞ്ഞുതരും. അത് രതീഷ് സാർ എനിക്ക് ഓർമ്മയുണ്ട്, സാറ് ആയിത്തേഷനോട് പറഞ്ഞ ഒരു കാര്യം, അതായത് ഞങ്ങളുടെ പ്രായത്തിൽ നിങ്ങളെപ്പോലെ ഒന്ന് പുസ്തകം എന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും റെസ്പെക്ട് ആണ് സാറന്മാർ ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് കേട്ട പിന്നെ നമുക്ക് ഒരിക്കലും സാറുമാരോട് ഒരു പേടി തോന്നുന്നില്ല. നമുക്ക് ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ ചോദിക്കാൻ പറ്റും സാറുമാരോട്. അതായത് ശരിക്കും സാർമാരോട് എന്ത് സംശയം, ഏത് പാട്ടാണ്, ചെറുതാണോ വലുതാണോ, ഫുൾ ഡൗട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് സാർമാരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മാഡത്തിന് എന്താണ് മോന് ഈ ഒരു സക്സസ് ആയിരിക്കുന്ന സമയത്ത് എന്താണ്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. കാരണം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മോൻ ഒരു 8-9 ക്ലാസ്സിൽ തൊട്ട് തന്നെ അവൻ്റെ ആഗ്രഹം പറഞ്ഞതാണ് ഡോക്ടർ ആവണം. അവൻ തന്നെയാണ് തീരുമാനം എടുത്ത് ബ്രില്യൻറ്റിൽ ചേർന്നത്. നമുക്ക് ബ്രില്യൻറ്റിൻ്റെ എനിക്ക് ശരിക്കും ഇതൊന്നും അറിയില്ല, തന്നെ സ്കൂളിൽ ചേരണം, സ്പെഷ്യൽ ബാച്ചിൽ പഠിക്കണമെന്ന് അവൻ പറഞ്ഞേ പിന്നെ ഞാൻ സത്യത്തിലെ സ്കൂളെ പറ്റി ശ്രദ്ധിച്ചത് തന്നെ. അപ്പോൾ അതുകൊണ്ട് സത്യത്തിൽ ഹരി എനിക്കൊരു മോനെ പറ്റിയൊരു ഇത് വരുമ്പോൾ എനിക്കങ്ങനെ ചിന്ത ഉണ്ടായിട്ടില്ല. കാരണം അവൻ തീരുമാനിച്ചു, അതുപോലെ തന്നെ നടപ്പാക്കി ഏറ്റവും നല്ല സുരക്ഷിതമായി എത്തിക്കാവുന്നൊരു സ്ഥാപനത്തിൽ നിന്ന് അവന് നല്ല റാങ്കും കിട്ടി. അപ്പോൾ അവൻ്റെ തീരുമാനം തന്നെയായിരുന്നു വളരെ കറക്റ്റ്. എനിക്കതിൽ ഒത്തിരി അധികം മെനക്കെടേണ്ടി ഒന്നും വന്നിട്ടില്ല. അതായത് വീട്ടുകാരുടെ ഈ ഒരു സന്തോഷം അത് തന്നെയാണ് എന്ത് ഏറ്റവും വലുത് അല്ലേ? അതുപോലെ തന്നെ ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടണം എന്നാണ് ഒരു ആഗ്രഹമുള്ളത്. നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ 700 മാർക്ക് കിട്ടി, ഇന്ന കോളേജിൽ എൻ്റെ ഡ്രീം കോളേജാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പൂനെ AFMC ചേരാനാണ് ആഗ്രഹം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ പ്രോസസ്സും മെഡിക്കൽ ബോർഡും ഒക്കെ ഉണ്ടാവും. മാർക്ക് അനുസരിച്ച് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. ഹരികൃഷ്ണന്റെ അച്ഛന് എന്തൊരു കാര്യം സ്പെഷ്യൽ ആയിട്ട് പറയാനുണ്ട്, നമുക്ക് നോക്കാം. എന്താ സാറിന് പറയാനുള്ളത്? അല്ല, എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടീച്ചർ ഒരു ഐഡിയൽ ക്ലാസ് ടീച്ചർ ആയിരുന്നു. കാരണം ഈ ഹരികൃഷ്ണൻ്റെ ഈവൻ ചെറിയ മൂഡുകൾ ഓരോ പരീക്ഷ കഴിയുമ്പോഴും ടീച്ചർ വിളിക്കും. എന്നിട്ട് ഈവൻ ചെറിയ മൂഡിലുള്ള സ്വിഫ്റ്റ് പോലും ടീച്ചർ എന്നോട് പറയും, ഹരികൃഷ്ണൻ ഇങ്ങനെ ഒരു ഇതുണ്ട്, അപ്പോൾ ഒന്ന് വിളിച്ചേക്കണം, അല്ലെങ്കിൽ ഇന്ന് വളരെ ഹാപ്പിയാണ്, ഇന്ന് കുറച്ച് മൂഡ് ഔട്ടാണ്. അതെല്ലാം ഹരികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓരോ ആഴ്ചയും ടീച്ചർ വിളിച്ചിട്ട്. അത് ടീച്ചർ പ്രത്യേകമായിട്ട് എനിക്ക് ടീച്ചർ പ്രത്യേകമായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ടീച്ചറോട് വളരെയധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് തീർച്ചയായിട്ടും. അതായത് ഒരു അമ്മ മോനെ നോക്കുന്നത് പോലെ ചെറിയ മാറ്റങ്ങൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ ചെയ്യുന്നുണ്ട് എന്ന്. ഓക്കെ, കൺഗ്രാറ്റ്സ് ടീച്ചർ. എനിവേ ഇത്രയും ഒരു യങ് ഡോക്ടർ ഡോക്ടറിനെ നൽകിയതിന് താങ്ക്സ് എ ലോട്ട്. നമ്മുടെ മാത്രമല്ലല്ലോ, കുട്ടി അതുപോലെ കഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അവനോട് സംസാരിക്കുന്ന അച്ഛൻ അത്രയും തോന്നുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല ഇവിടെ. സത്യം പറഞ്ഞാൽ കുട്ടികൾ അത്ര നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളെ ബ്രില്യൻറ്റ് വരുന്നുള്ളൂ. അപ്പോൾ അവർക്ക് പഠിക്കാനായിട്ട് അവരെന്തെങ്കിലും ഒരു മൂഡ് സ്വിങ്സ് കാണിച്ചാൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇടപെടും എന്നല്ലാതെ ഇത് കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലൊരു പകുതി മുതലാണ് ഇവരെ കിട്ടിയപ്പോൾ ആ ഒരു വൈബ് എന്ന് പറഞ്ഞാൽ അവരുടെ ക്ലാസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നല്ലൊരു വൈബായിരുന്നു. കുട്ടികളെല്ലാവരും അതെ, പ്രത്യേകിച്ച് ഇവർ കുറച്ച് പേര് മുൻനിരയിലിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അവർ ബെഞ്ച് പോലും മാറാൻ സമ്മതിക്കത്തില്ല. പക്ഷേ ബാക്കി ബെഞ്ചിലിരിക്കുന്നവർ അതുപോലെ മത്സരിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ക്ലാസ് ആയിരുന്നു. പ്രത്യേകിച്ച് ഇവരുടെ ഹരി ആ ഒരു ബാച്ച് സൂപ്പറായിരുന്നു. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.